السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നാമൊക്കെ ധാരാളമായി ദുആ ചെയ്യുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകാറുമുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നു. പലരും ചോദിക്കുകയാണ്, ഞാൻ ഒരുപാട് കാലമായി പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത്? പല കാരണങ്ങൾ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകാം. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ അവൻ്റെ അടിമകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നുണ്ട്. അതേതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വഇദാ സഅലക, നബിയെ താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ. എത്ര സ്നേഹത്തോടു കൂടിയാണ് അള്ളാഹു പറയുന്നത് എന്ന് നോക്കൂ. എൻ്റെ അടിമകൾ ചോദിച്ചാൽ, അന്നി എന്നെ സംബന്ധിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് ചോദിച്ചാൽ പറയണം, ഫഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മേലെ അർശിലാണ്. പക്ഷേ അതേസമയം അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും അവൻ്റെ ഖുദ്റത്ത് കൊണ്ടും സൃഷ്ടികളോട് അടുത്ത് നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്ന ഒരാൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകാം. സുബ്ഹാനല്ലാഹ്, വളരെ വലിയ ഒരു വാഗ്ദാനമാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അല്ലാഹു പറയുന്നത്, ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. ഇതിനേക്കാൾ വലിയ സമാധാനം നൽകുന്ന ഒരു വാക്ക് വേറെ ഏതാണുള്ളത്? പക്ഷേ 2 കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിനുശേഷം നിങ്ങൾ അപ്രകാരം ചെയ്യണം, എങ്കിലേ ഞാൻ ഉത്തരം നൽകുകയുള്ളൂ. അതിലൊന്ന്, ഫൽയസ്തജീബൂ ലീ, നിങ്ങൾ എനിക്കും ഉത്തരം നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫൽയസ്തജീബൂ ലീ, അവർ എനിക്ക് ഉത്തരം നൽകട്ടെ എന്നാണ്. അഥവാ അടിമകൾ അള്ളാഹുവിന് ഉത്തരം നൽകട്ടെ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിക്കുന്നതിലേക്ക് നമ്മൾ ഉത്തരം നൽകണം. അള്ളാഹു എന്തൊക്കെയാണോ കൽപ്പിക്കുന്നത് അത് നമ്മൾ ജീവിതത്തിൽ അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നാം അത് ചെയ്യണം. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, നാം അത് ചെയ്യണം. ഒരുപാട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നുണ്ട്, നാം അപ്രകാരം ചെയ്യണം. അതാണ് എനിക്ക് ഉത്തരം നൽകണം എന്ന് പറഞ്ഞത്. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ് എന്ന് പരിശോധിക്കുക. അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നുണ്ടോ? റബ്ബിൻ്റെ വിളിക്ക് നാം ഉത്തരം നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നാം വിളിച്ചാൽ അള്ളാഹു ഉത്തരം നൽകണമെങ്കിൽ അള്ളാഹു വിളിക്കുമ്പോൾ നാമും ഉത്തരം നൽകണ്ടേ? അള്ളാഹു പറയുന്നത്, ഞാൻ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ സ്വീകരിക്കൂ, അതേപോലെ തന്നെ വൽ യുഅ്മിനൂ ബി, അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അഥവാ ശരിയായ ഈമാൻ ഉണ്ടാകട്ടെ. എങ്ങനെയുള്ള ഈമാനാണ്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ളുൽമ് കലർത്താതിരിക്കുകയും അഥവാ ശിർക്ക് കലർത്താതിരിക്കുകയും വേണം. അപ്പോൾ അഖീദ ശരിയാക്കണം, നമ്മുടെ വിശ്വാസം ശരിയാക്കണം. അതിൽ ശിർക്ക്, കുഫർ, ചെറുതും വലുതുമായ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച് അതിൽ യാതൊരു നിലക്കും ളുൽമില്ലാതെ, പോരായ്മകളില്ലാതെ, അതിക്രമമില്ലാത്ത വിശ്വാസവും അവർ സ്വീകരിക്കട്ടെ. അപ്പോൾ കറകളഞ്ഞ തൗഹീദിൻ്റെ ഉടമകളായി തീരൂ നിങ്ങൾ. അതിനുശേഷം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അള്ളാഹു സമീപത്ത് തന്നെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരാശയം, നാം ശരിയായ വിശ്വാസമുള്ളവരല്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ആഹ്വാനങ്ങൾ സ്വീകരിക്കുന്നതിൽ നാം വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ഒന്നെങ്കിൽ പൂർണ്ണമായും തടയപ്പെടുകയോ അല്ലെങ്കിൽ വൈകിപ്പോവുകയോ ചെയ്യും. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ അഖീദ വിശ്വാസം,
കറകളഞ്ഞതാക്കി തീർക്കുക. 2, അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും അനുസരിക്കുകയും അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞവരെയെല്ലാം നാം അനുസരിക്കുകയും ചെയ്താൽ ഇൻഷാ അള്ളാഹ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ഇക്കാര്യം പ്രത്യേകം നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.